അയ്യോ രാമാ, മറന്നു പോയല്ലോ. എനിക്ക് പായസം ഉണ്ടാക്കണം, പ്രസാദം ഉണ്ടാക്കണം. ഒന്ന് വേഗം വന്നേ. ശരി. നിന്റെ അയൽ വീട്ടില് പാല് തിളപ്പിച്ച് സാധാരണ ഒരു പ്രസാദം ഉണ്ടാക്കി ഞാൻ എന്റെ അമ്മയെ കൊണ്ട് കഴിപ്പിക്കും. ഭയങ്കര ഓവറല്ലേ ഇതൊക്കെ? ഓവർ എന്ന വാക്ക് വരെ വളരെ ചെറുതാ, അതിനേക്കാൾ വലിയതാ കാണിച്ചോണ്ടിരിക്കുന്നേ. വരൂ. അത് കൊണ്ടുപോയിട്ടെ ആ മുറിയിൽ വെച്ചോളൂ. അമ്പമ്പമ്പമ്പോ. മൊത്തം 25 ബോക്സാ പോയത്. എല്ലാം അകത്തെത്തിയിട്ടുണ്ട് സർ. ഓക്കെ, ഇത് വെച്ചോളൂ. ഇതെന്താ സാറേ, ഞങ്ങൾ 10 പേരില്ലേ? ഇത് വെച്ചോളൂ. താങ്ക് യു സർ. ഏട്ടാ, ഒന്ന് പെട്ടെന്ന് വാ. അതാ വരുന്നു അവനി. എന്റെ ഭാര്യ വിളിക്കുന്നുണ്ട്. ചെല്ലേ. അയ്യോ പാവം നിഹാരികയ്ക്ക് ഇത്രയും ദിവസം ഒരു തരം ടോർച്ചറിങ് ആയിരുന്നു, ഇനി മറ്റൊരു തരം ടോർച്ചറിങ് ആവും. ഏട്ടാ, ഓ പറയാവനി. സാധനങ്ങളൊക്കെ നമുക്ക് പതുക്കെ സെറ്റ് ചെയ്യാം. ആദ്യം പാല് തിളപ്പിച്ച് ഒരു പായസം ഉണ്ടാക്കണം. ശരി. നമുക്കിവിടെ സ്വന്തമായിട്ട് ആരും ഇല്ലല്ലോ. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന പോലെ സിംബോളിക്കായിട്ട് ഒരു പാട്ട് വെച്ച് തന്നെ ഏട്ടാ. എന്നതാ പിടിച്ചോ. ഞങ്ങളുടെ പുതിയ വീട്ടില് ഞങ്ങള് പാല് തിളപ്പിച്ച് കഴിഞ്ഞു കേട്ടോ. പുതുജോടി വലിയ സന്തോഷത്തിലാണല്ലോ. അതുങ്ങൾ രണ്ടും അവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നേ? എന്ത്? നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ ഞങ്ങളുടെ ടീമായിട്ടല്ല അവരുടെ ടീമിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞേക്കില്ല. എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഒരൊറ്റ പാർട്ടിയാ. ഇന്നലെ കല്യാണം കഴിഞ്ഞ് വന്ന പോലെ അവരുടെ പെരുമാറ്റമൊക്കെ. എത്ര നാള് പോകുമെന്ന് എനിക്കൊന്ന് കാണണം. ഇനി പ്രസാദം ഉണ്ടാക്കി അതെല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണം. പ്രസാദം ഉണ്ടാക്കി അതെല്ലാവരെ കൊണ്ടും കഴിപ്പിക്കുമെന്ന് പറഞ്ഞല്ലേ. എന്തൊക്കെ സംഭവിച്ചാലും അത് നടക്കില്ല. എല്ലാവർക്കും ഒരുമിച്ചൊരു തീരുമാനം എടുക്കാം. ആവിനെ ഇങ്ങനെയൊക്കെ വന്ന് ശ്രമിച്ചാലും ആവിനെ എന്തൊക്കെ കൊണ്ടുവന്ന് തന്നാലും നമ്മൾ തൊടാൻ പാടില്ല, കേട്ടല്ലോ? ശരി നിഹാരിക, ഐക്യമത്യം മഹാബലം എന്നല്ലേ? നമ്മുടെ യൂണിറ്റ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം, നന്നായിട്ട് ബലപ്പെടുത്താം. എന്തുപറ്റി? അയൽപക്കത്തുള്ള ആവനിയില്ലേ, അവള് നിങ്ങൾ പറയുന്ന കേട്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും ഫർണിച്ചേഴ്സും ഒക്കെ വരുത്തിച്ചിട്ടുണ്ട്. അടുക്കളയും ബെഡ്റൂമും ഒക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്താണെന്ന് വെച്ച ചെയ്തോട്ടെ, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? ശരിക്കുള്ള കാര്യം പറ നിഹാരിക. അമ്മേ, രാത്രി ഞാനും അവനും തമ്മിലൊരു വഴക്കുണ്ടായി. അപ്പൊ അവന് എന്താ എന്നെ ചലഞ്ച് ചെയ്തെന്ന് അറിയോ? അടുത്ത വീട്ടില് പാല് തിളപ്പിച്ച് ഒരു സാധാരണ പ്രസാദം ഉണ്ടാക്കി എന്റെ അമ്മയെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. പുതിയ വീട്ടിലേക്ക് മാറിയ പോലെ പാല് വരെ തിളപ്പിച്ച് പായസം വരെ ഉണ്ടാക്കി. അതിന് പ്രസാദമാണെന്നും പറഞ്ഞ് ഇനി അവൾ അതുകൊണ്ട് നമുക്ക് തരും. നിങ്ങളത് കഴിച്ചു കഴിഞ്ഞാ അത് പിന്നെ അവളുടെ വിജയമായിപ്പോ. ചേച്ചേ, അവൾ എനിക്ക് തരുന്ന പച്ചവെള്ളം പോലും ഞാൻ തൊടില്ല. പായസവും പ്രസാദവും ഞാൻ എങ്ങനെ കഴിക്കും? ഞങ്ങൾ കഴിക്കില്ല, നിങ്ങളും കഴിക്കരുത്. എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും അവൾക്ക് എന്നെ അത് കഴിപ്പിക്കാനാവില്ല. അത് അസാധ്യമാണ്.
ഞാനൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആരും ഇതൊന്ന് തൊട്ടുപോലും നോക്കാൻ പോകുന്നില്ല. രാത്രി നീ നിഹാരികയെ ചലഞ്ച് ചെയ്ത വിഷയം അവൾ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും. ഒരു നല്ല കാര്യം ചെയ്യാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കാം എന്താകൂന്ന്. എന്റെ അഭിപ്രായത്തിൽ അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നതാ ഏറ്റവും നല്ലത്. എന്തുകൊണ്ട് പറഞ്ഞയച്ചില്ലെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞതല്ലേ. അതിനെക്കുറിച്ചൊരു സംസാരം ഇനി വേണ്ട വസന്ത. പോകാൻ വരൂ. നീ വാ. ദാ നോക്ക്, വരുന്നുണ്ട്. ഞാൻ അതിന് തൊട്ടുപോലും നോക്കില്ല. അതെ, ഞങ്ങള് നിങ്ങളുടെ അയൽപക്കത്ത് പുതുതായിട്ട് വന്നതാ. എന്റെ പേര് ആവനി. എന്റെ ഭർത്താവിന്റെ പേര് ശ്രീകർണ. എന്റെ ഭർത്താവ് എന്റെ അമ്മയുടെ മോൻ തന്നെയാട്ടോ. അയൽപക്കമാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ശരി, അവരോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരൽപ്പം നാണുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരരുത്. ഞങ്ങളോട് സംസാരിക്കാനും നിൽക്കരുത്. അപ്പുറത്തും ഇപ്പുറത്തും ആകുമ്പോ പാല് തിളപ്പിച്ച ശേഷം അതുകൊണ്ട് വല്ല പായസവും പ്രസാദവും ഒക്കെ ഉണ്ടാക്കി അടുത്ത വീട്ടുകാർക്ക് കൊടുക്കും. നിങ്ങൾക്ക് അറിയാത്തൊന്നും അല്ലല്ലോ, അതുകൊണ്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് എതിര് പറയാതെ ആദ്യം ഇത് ഈ വീട്ടിലെ അമ്മയായ വേദവതി അമ്മ കഴിക്കണമെന്ന് എന്റെ ആഗ്രഹം. എന്റെ ഭാര്യയ്ക്ക് നല്ല കൈപ്പുണ്യാണെന്നൊക്കെ മുൻപ് എല്ലാരും ഇവിടെ പറയുമായിരുന്നു. വേറൊന്നും ആലോചിക്കാതെ എടുത്തോളൂ. ആ കാലമൊക്കെ കഴിഞ്ഞു. ആ സ്നേഹമൊക്കെ മണ്ണടിഞ്ഞു പോയി. ഞങ്ങളോട് കൂട്ടുകൂടാനുള്ള ശ്രമങ്ങൾ നീ ഉപേക്ഷിക്കുന്നതാ നല്ലത്. ഈ പ്രസാദം ഞങ്ങളെന്നല്ല, പട്ടികൾ പോലും തൊടില്ല. മര്യാദയ്ക്ക് അത് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ അതെനിക്കെടുത്ത് വെളി കളയേണ്ടി വരും. നീ അതിപ്പോ എന്തിനാ കഴിപ്പിക്കാൻ പോകുന്നേന്ന് നിഹാരിക ഞങ്ങൾ എല്ലാരോടും പറഞ്ഞു. നീ ഡ്രാമ ഇറക്കണ്ട. കൊണ്ടുവന്നത് എങ്ങനെയാണോ അങ്ങനെ അങ്ങ് കൊണ്ടുപോയിക്കോ. വേദവതി അമ്മേ, എന്നോടുള്ള ദേഷ്യം നിങ്ങൾ പ്രസാദത്തോട് കാണിക്കരുത്. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നീ എന്താ ഞങ്ങളോട് കളിക്കുവാണോ? അതിന് ഞാനിപ്പോ എന്താ ചെയ്തേ? നിങ്ങളെന്തിനാ ഇത്ര സീരിയസ് ആവുന്നേ? രാത്രി കൊടുത്തതുപോലെ ചിലപ്പോ ഒന്നുകൂടെ അവൾക്ക് വേണമായിരിക്കും അമ്മേ. ഈ സർക്കസ് ഒന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. അതുകൊണ്ട് പോകാൻ നോക്ക്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. വലിയ മനസ്സ് കാണിക്കണം. വേണ്ടെന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? ദേഷ്യം ഏതൊരാളെ കൊണ്ടും എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെയൊക്കെ നടന്നില്ലേ? ഇവരിൽ ആരും അത് തൊടാൻ പോകുന്നില്ല. താൻ ഇങ്ങോട്ട് വാ. ഇതെല്ലാവരും തൊടും. എല്ലാവരും കഴിക്കുവേട്ടാ. നീ കാണാൻ പോകുന്ന സ്വപ്നത്തിലെങ്ങാനും ആവും. ശരിക്കും കഴിക്കും. അസംഭവ്യം. നിങ്ങൾ ഈ പ്രസാദം എവിടെ നിന്നാണെന്ന് കരുതിയത്? അടുക്കള വെച്ച് നീ ഉണ്ടാക്കിയതല്ലേ? അത് കഴിഞ്ഞ് ഞാൻ ഇതും കൊണ്ട് എങ്ങോട്ടാ പോയതെന്നറിയോ? അറിയില്ല, പറഞ്ഞോ. സാക്ഷാൽ അന്നപൂർണ ദേവിയുടെ അടുത്തേക്കാ പോയത്. അമ്മ അന്നപൂർണാദേവി, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഇത് വെറൊരു പായസം. ഇവിടെ വെച്ച ശേഷം ഇത് പ്രസാദമാണ്. ഇത് ഈ വീട്ടിലെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാൻ എനിക്ക് നിന്റെ ആശീർവാദം വേണം. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വീട്ടിലെ മരുമകളാകാൻ പറ്റിയില്ലെങ്കിലും വേദവതി അമ്മയ്ക്ക് ശേഷം നീയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ടാ നീ ആശീർവദിക്കണം. ദൈവത്തിന്റെ പ്രസാദം ആരും തള്ളിക്കളയില്ല. ആ മര്യാദ അറിയാത്ത ഒരാള് പോലും നിങ്ങളുടെ കൂട്ടത്തിൽ കാണില്ല. പ്രസാദം തിരസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം എന്താകുമെന്ന് നിങ്ങൾക്കറിയാത്തതുമല്ല. നിങ്ങൾക്കാർക്കും എന്നോട് സ്നേഹം കാണില്ലായിരിക്കും. പക്ഷേ ഇവിടുത്തെ അമ്മയ്ക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തോടെ എന്നെ ആശീർവദിച്ചതാണ്. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ ശാപം കിട്ടാൻ വരെ സാധ്യതയുണ്ട്. ഓരോ ദിവസവും നിങ്ങളിവിടെ ടെൻഷൻ അടിച്ച ജീവിക്കുന്നത്. ഒരു ദിവസം പോലും സമാധാനം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇനി പ്രസാദം വേണ്ടെന്ന് വെച്ചാ എന്താകോ എന്തോ. ഇതുവരെ നിങ്ങൾക്ക് മകളുടെ കല്യാണം ശരിയാക്കാൻ പറ്റിയിട്ടില്ല. പ്രസാദം വേണ്ടെന്ന് വെച്ചാ ഇനി അതിന്റെ ഫലം എന്താകുമോ എന്തോ. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പട്ടികൾ പോലും കഴിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് അമ്മയുടെ പ്രസാദമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ അമ്മയോട് ഭയഭക്തി ബഹുമാനം ഉള്ളതുകൊണ്ട് തട്ടിക്കളയാതെ കഴിച്ചാ നിങ്ങൾക്കതിന്റെ പുണ്യമുണ്ടാവും. അമ്മേ, നിങ്ങളുണ്ടാക്കുന്ന പ്രസാദം ഒരുപാട് പേര് കഴിക്കും. അങ്ങനെയുള്ള നിങ്ങൾ അമ്മയുടെ പ്രസാദം വേണ്ടാന്ന് പറയൂ. ദൈവത്തോട് കളിക്കുന്നത് എത്ര അപകടമാണെന്ന് നിങ്ങൾക്കറിയാത്തതല്ല. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഏട്ടാ, ധാർമ്മികമായി ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തു. അമ്മ, അവനെ നമ്മളെല്ലാവരും പറഞ്ഞു മയക്കി പ്രസാദം കഴിപ്പിക്കാൻ വേണ്ടിയാ അമ്മയുടെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചത്. അമ്മ ഇത് വിട്ടുകൊടുക്കരുത്. അതെ അമ്മേ, മര്യാദയ്ക്ക് പറഞ്ഞാൽ നമ്മൾ കഴിക്കില്ലെന്ന് കരുതി നമുക്കൊരു ഹൊറർ സിനിമ ഇട്ട് തന്ന് പേടിപ്പിച്ചതാ അവള്. ഞാനിത് കഴിക്കുമോളെ. തൊട്ടുപോലും പോകരുതെന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞ അമ്മ കഴിക്കുവാണോ ഇത്? അമ്മയുടെ കാര്യം വരുമ്പോ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. ഇതെന്തെങ്കിലും കറിയോ മറ്റു ഭക്ഷണമോ ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ കഴിക്കില്ലായിരുന്നു. ഇത് അമ്മയുടെ പ്രസാദമാണ്. ഇത് കഴിച്ചു പറ്റൂ. നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ തരുമ്പോ പ്രസാദത്തെ കുറിച്ചല്ലേ ചിന്തിക്കൂ. അതുകൊണ്ട് ഇപ്പം നമ്മളങ്ങനെ വാശി കാണിക്കാൻ പാടില്ല.
ഇനിയിപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? അത് എനിക്കും മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മയും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്തിനാ വെറുതെ വാശി? വേണ്ട വസന്ത ചേച്ചി, നമ്മൾ ഇത് കഴിക്കരുത്. ആവിനയുടെ മുമ്പിൽ നാണം കെട്ടുപോകും. എന്തോ ശാപം കിട്ടുമെന്ന് പറഞ്ഞ് ആവിനെ പേടിപ്പിച്ചതുകൊണ്ടല്ലേ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ വെറുതെ പേടിക്കല്ലേ. അമ്മോ, എന്തായാലും ഞാൻ റിസ്ക് എടുക്കില്ല. കഴിക്കുന്നുണ്ടോ? നല്ല വാശിക്കാരിയാ, കഴിക്കില്ല. കഴിക്കോ അതോ വാശി കാണിച്ച് നിക്കോ? വാശിക്കാരിയല്ലേ, കഴിക്കില്ല. ഞാനെല്ലാം കണ്ടു നിഹാരിക. ഞാൻ അമ്മയെ കൊണ്ട് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരെ കൊണ്ടും പ്രസാദം കഴിപ്പിച്ചു. എനിക്കിവിടുത്തെ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. നമ്മളെയൊക്കെ വിഡ്ഢിയാക്കിയില്ലേ? എന്തു വന്നാലും കഴിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമായിരുന്നല്ലോ. ഞങ്ങളൊക്കെ കഴിച്ചത് പോട്ടേന്ന് വെക്കാം. നാളമില്ലാതെ നീ എന്തിനാ കഴിച്ചേ? കഴിക്കണ്ടെന്ന് തന്നെ ഞാനും മനസ്സിൽ കരുതിയത്. ഒരു കാര്യം ഓർമ്മ വന്നപ്പോ കഴിച്ചു പോയതാ. എന്താ അത്? അന്ന് ഞാൻ മൂക്കുത്തി ഒളിപ്പിച്ചു വെച്ചപ്പോ അമ്മ വന്നെന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇനിയിപ്പോ പ്രസാദം കഴിച്ചില്ലെങ്കിൽ രാത്രിയിൽ വീണ്ടും അങ്ങനെ വന്ന് എന്റെ പ്രസാദം കഴിക്കില്ലേ നീ എന്ന് പറഞ്ഞ് വന്ന് പേടിപ്പിക്കുമെന്നൊക്കെ കരുതി പേടിച്ചിട്ട് കഴിച്ചു പോയതാ ഞാൻ. നിങ്ങൾ മാത്രം സേഫ് സോണിൽ നിന്നാ മതിയോ? എന്റെ കാര്യം ഞാൻ വേണ്ടേ നോക്കാൻ? വേദവതിയമ്മേ, വേദവതിയമ്മേ! പ്രസാദ് സാറേ, പ്രസാദ് സാറേ! അയ്യോ, എന്തു പറ്റി? നിങ്ങൾ എന്തെത്ര ദേഷ്യത്തില്? ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ നിഹാരികയുടെ കാര്യത്തിൽ രണ്ടിലൊന്ന് അറിയാനാ വന്നത്. എന്താ പറ്റിയത്? ഞങ്ങളുടെ ബന്ധുക്കളും ചുറ്റുപാടുമുള്ളവർ പറയുന്ന കാര്യങ്ങള് ഇനി സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും ദിവസം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാ തോന്നുന്നത്. എന്താ പ്രശ്നം ഗൗതമി? ഏട്ടാ, ഒന്നിങ്ങി വന്നേ. എന്താ അവനി? ഇതങ്ങോട്ട് നോക്കേട്ടാ, അവിടെ എന്തോ നടക്കുന്നുണ്ട്. അവിടുത്തെ മരുമകൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മകളെ ആ വീട്ടിൽ എന്തിനാ നിർത്തുന്നതെന്ന് നിങ്ങൾക്ക് ബോധവും വെളിവും ഒന്നും ഇല്ലേന്ന് ആൾക്കാരൊക്കെ വീട്ടിൽ കയറി വന്ന് ഉപദേശിക്കാൻ തുടങ്ങി. വാ ഏട്ടാ. ഇനി ഞങ്ങളെ കൊണ്ട് വയ്യ. ഞങ്ങൾ ഞങ്ങളുടെ നിഹാരിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അവിടെ എന്താ ഒരു ബഹളം? അപ്പുറത്തും ഇപ്പുറത്തും കഴിയുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുള്ള കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? അല്ല, ആ പെണ്ണെന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ ഈ വീട്ടിൽ നടന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. മാറ്റങ്ങളോ? അതിനിപ്പോ എന്തുണ്ടായേ? ആദ്യം നിങ്ങളൊന്ന് ഇരിക്കെ, നമുക്കെല്ലാം ഇരുന്ന് സംസാരിക്കാം. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓഹോ,
ഒന്നും അറിയാത്തവളെ പോലെയാണല്ലോ സംസാരം.